ഒരു ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ നടത്തിയ ഈ കൂട്ടായ്മ ഇനിയും വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പം പുറത്തിരിക്കുന്നവരെല്ലാം അകത്തേക്ക് വരണം. പുറത്ത് നിൽക്കുന്നവരെല്ലാം സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞു കുട്ടികളെ എല്ലാവരും ഞാൻ വിളിക്കുന്നു. എല്ലാവരും അകത്തേക്ക് വന്നിരിക്കണം. ജനറൽ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു ഇത്. അത് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് അറിയില്ലത് എത്രത്തോളം വിജയമായി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളാവുന്നത്രയും ഞങ്ങൾ അതിലേക്ക് എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സന്തോഷം എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഇങ്ങനെ ഒരു ആങ്കറിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അത് ഞാനൊരു എനിക്ക് കിട്ടിയ അവസരം ഞാൻ അങ്ങനെ ഉപയോഗിച്ചു. എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മൾ ജനറൽ ബോഡിയിലേക്ക് കിടക്കുകയാണ്. അപ്പം അതിൽ ലീഡ് ചെയ്യണം. അതായത് നമ്മൾ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ ട്രഷറർ, അങ്ങനെ ഒരു കമ്മിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇനി അവർ തീരുമാനിക്കും ഈ മീറ്റിംഗ് വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കും. അതുപോലെ നമുക്കൊരു ഫണ്ട് വേണം. നമ്മുടെ പ്രവർത്തനം നമുക്ക് വളരെ ഇനിയും ഡിസ്റ്റൻസിലേക്ക് അത് കൊണ്ടുപോകണം. കാരണം പരുത്തിക്കാട് ഫാമിലി ഒരു കുഞ്ഞു ഫാമിലിയാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം ഇനിയും കൊച്ചുമക്കൾ ഇനിയും കുടുംബങ്ങൾ വരാനുണ്ടായിരുന്നു. പലരും കടന്നു വന്നില്ല. അവരോട് വന്നിരുന്നെങ്കിൽ ഈ സ്ഥലം പോരാതെ വണ്ണം ഇനിയും ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇത് നമുക്കൊരു വലിയൊരു ശക്തമായ ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. പരുത്തിക്കാടിലെ പേര് നമുക്കൊന്ന് ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർക്കാം. അപ്പച്ചനെ അതിനു വേണ്ടി വിളിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഈ സമയം നമുക്ക് കൂടി ഒരു റെഡിയാക്കി നമുക്ക് അടുത്ത വർഷം കൂടുവാൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും അവരെ കൈ കൊണ്ട് ഉയർത്തുകയും അങ്ങനെ ആഗ്രഹമുള്ളവർ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം, ഒരു കാഷ്യറെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മളെ പരുത്തിക്കാട്ട് കൂടും മൊത്തമായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു മീറ്റിംഗ് കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള വലിയപ്പച്ചന്മാരുടെ ചേട്ടനന്മാരെ അവരുടെ പെങ്ങന്മാരെ ഒക്കെ നമ്മൾ അറിയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ഓഡിറ്റോറിയം ഒക്കെ എടുക്കേണ്ടി വരും. ഇതുപോലെ ഒരു ചെറിയ സ്ഥലത്തൊന്നും നടക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചന ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ഇരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അടുത്ത മീറ്റിംഗ് അടുത്ത വർഷത്തിലേക്ക് നമുക്ക് സെക്രട്ടറി തിരഞ്ഞെടുക്കാം. അതിൻ്റെ ഒരു പേരാരെങ്കിലും പറഞ്ഞാൽ നമുക്കത് റേഷനകത്ത് കൊള്ളിക്കുന്നതായിരിക്കും. പ്രസിഡന്റ് ആദ്യം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പേര് പറയാം. ആരെങ്കിലും ഒരു പേര് എവിടെ ഇല്ലാത്തവരുടെയും പറയാൻ കുഴപ്പമില്ല. കുഞ്ഞോൻചാനാണെങ്കിൽ PM തോമസ്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഒന്ന് കൈ അടിച്ചാരെ സമ്മതമാണ്. സെക്രട്ടറി നമ്മുടെ ബാബു തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. സെക്രട്ടറി ആയിട്ട് ബാബുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവരും കൈ അടിച്ച് ആദരിച്ചാട്ടെ. ട്രഷറായിട്ട് ആരെടുക്കുന്നു. ബേബിച്ചാനെ ട്രഷറായിട്ട് തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും കൈ അടിച്ചൊന്ന്. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ തന്നെ മീറ്റിംഗ് നടക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി എന്താ പറയാനുള്ളത് നമുക്ക്? കമ്മിറ്റിക്കാരെ അങ്ങനെ കമ്മിറ്റിക്കാരെ ഒരു ഏറ്റവും കുറവ് ഒരു 5 പേരെങ്കിലും തിരഞ്ഞെടുക്കണം. ഒന്ന് കമ്മിറ്റി മെമ്പറായിട്ട് നമ്മുടെ അനിയൻകുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്നു. അടുത്ത കമ്മിറ്റി മെമ്പേഴ്സ് ആരാ? സാജനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും വേണം 3 പേരൂടെ. കൊച്ചുമാനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൊച്ചുമാൻ വന്നിട്ടില്ല. കൊച്ചുമാനെ പേര് 3. ഇനി ആരാ? എൻ്റെ പേരുടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല ആ സമയം. പിന്നെ ഒരാളോട് വേണമല്ലോ. സെക്രട്ടറി ഒന്നും വേണം. നമ്മുടെ ജെയിംസിനെ തിരഞ്ഞെടുത്ത് ജെയിംസിന്. അപ്പൊ 5 പേരായി. അപ്പൊ കമ്മിറ്റി മെമ്പറായിട്ട് 5, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. റജിയെ കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്ന 6 ആയിക്കോട്ടെ. റജി പറഞ്ഞ കൂടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉള്ളു മുന്നോട്ട് വന്നൊരു കൈയൊക്കെ ഒന്ന് സാധിച്ചു കാണിക്കാൻ. തെരഞ്ഞെടുത്തവരും ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. പേര് പറയപ്പെട്ടവരും ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ആയിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം, നമ്മളെ പരുത്തിക്കാട്ട് കുടുംബയോഗത്തിൻ്റെ ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കലണ്ടർ മേടിച്ചിട്ട് പോകാമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടി വരുവാൻ തക്കോണം ദൈവം ഒരുക്കിയ
എല്ലാ കൃപാലുമായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും അവനെ സ്തുതിക്കുകയാണ്. എന്നിലിവിടെ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. ആദ്യമായി നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൂടിവരവനായി നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം കൂട്ടി ഒരു സംഗമം നടത്തുവാനായി കാണിച്ച നല്ല മനസ്സിനെ ഈ മാത്തൻ ജോസഫിനോടുള്ള കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതായ പാസ്റ്റർ എം.എ. വർഗീസ് കുടുംബത്തോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ എം.എ. വർഗീസ് അനുഗ്രഹമായ നല്ലൊരു സന്ദേശം നമുക്ക് കേൾക്കുവാൻ തക്കണമിടയായി. പ്രിയദാസന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെച്ചുവല്ലോ. കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നും അത് എപ്രകാരമായിരിക്കണമെന്നുമുള്ളത് പറയുവാൻ തക്കണമിടയായി. കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരുമെന്ന് പ്രിയദാസൽ കൂടെയുള്ള വചനത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാകുവാൻ തൊക്കണം ഇടയായി തീർന്നു. പ്രിയദാസൻ ഇവിടെ കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് തരുവാനും അതിൽ കൂടി നമുക്ക് അനുഗ്രഹമായി മുന്നോട്ട് എപ്രകാരമായി തീരണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇടയാക്കിയ കൃപയ്ക്കായ സ്തോത്രം. ദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ തരുണത്തിൽ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുടുംബം നമുക്ക് ഇവിടെ ആദ്യമായിട്ട് ഉണ്ണുണ്ണിയപ്പച്ചൻ്റെ കുടുംബത്തെയാണ് പറയുന്നത്. അതിൽ ഉണ്ണുണ്ണിയപ്പച്ചൻ്റെ കുടുംബത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ വീതിയിലൂടെ നന്ദി അറിയിക്കുകയാണ്. ഒന്നാമത് പി മാത്തൻ, നമ്മുടെ ജോർജാന് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഓമന മാത്തന്, സുബി സുനി, ഇവരെ എല്ലാവരെയും നമ്മൾ ഈ കുടുംബയോഗത്തിന് നമ്മളവരെ ക്ഷണിച്ചതാണ്. ചെന്ന് ക്ഷണിച്ചു, അത് വിസമ്മതിപ്പിച്ചു. നമ്മൾ ലെറ്റർ എഴുതി അതിൽ ബോക്സിലിട്ടു. എന്നിട്ടും അവരെ കടന്നു വരുവാനുള്ളത് കാണിച്ചില്ല. നമുക്കതിന് വളരെ വിഷമമുണ്ട്. അത് അവരെ കടന്നു വരേണ്ടതാണ്. ഒരു പിതാവില്ലാതെ അവർ മാറി നിൽക്കുമ്പോൾ നമ്മളതിൽ അവരെ സഹകരിച്ചു കൊണ്ടുവന്ന് നടക്കുമ്പോൾ അവരത് സമ്മതിക്കാതെ അകന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കത് നല്ലതുപോലെ അറിയാം. അവരെ ക്ഷണിച്ചിട്ടും അവരത് വിസമ്മതിച്ച് മാറിയതിൽ പ്രയാസമുണ്ട്. അവരുടെ സാന്നിധ്യത്തിലും അവരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. PM തോമസ് തൃശ്ശൂര് കുഞ്ഞുവഞ്ചാനാണ്. കുഞ്ഞുവഞ്ചാനെ ഞങ്ങൾ ക്ഷണിച്ചു. പുള്ളിക്ക് ഇതിൽ സംബന്ധിപ്പാൻ ഇരിക്കാതിൽ വളരെ വിഷമമുണ്ട്. ലണ്ടനിൽ പോവാന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന് പറഞ്ഞു. എന്നാലും നമ്മളൊരു കാര്യം ആദ്യമായിട്ടൊന്ന് തുടങ്ങി വെച്ചത് കൊണ്ട് ഇത് ആദ്യം തുടങ്ങി വെച്ചു. പിന്നീട് നമുക്കത് പുനരൂപീകരിക്കുവാനായിട്ട് പിന്നീട് അത് തീരുമാനിക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിയുടെ സ്ഥാനത്തിലും അവരോടുള്ള കുടുംബത്തുള്ള നന്ദി നമ്മുടെ ഇവിടെ രേഖപ്പെടുത്തുന്നു. അടുത്തത് മാത്തൻ ജോസഫിനോട് കുടുംബത്തുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മകനെ സാജൻ ജോസഫ് കുടുംബം, സജനി കുടുംബം, ഇവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് അമേരിക്കയിൽ കാലിഫോർണിയയിലായിരിക്കുന്ന തങ്കമാമ, അവരോടുള്ള കുടുംബത്തോടുള്ള നന്ദിയെ ഇവിടെ രേഖപ്പെടുത്തുന്നു. അടുത്തത് PM ജോണിപ്പാപ്പിൻ്റെ കാര്യമാണ്. PM ജോൺ, അന്നമ്മ മാത്യു, ഇവരോടുള്ള കുടുംബത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മാത്യു മാത്തൻ രാജു അങ്കിളാണ്. നമുക്ക് ഇവിടെ കുടുംബയോഗം നടത്തുന്നുവെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ പല കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ തക്കോണം ഇടയായി തീർന്നു. അനുഗ്രഹമായി നടക്കണമെന്നും നമ്മുടെ ഈ കുടുംബം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പ്രിയ രാജു അങ്കിള്, ഷീനു കുടുംബം, ഷൈൻ കുടുംബം ഇവിടെ നടത്തുവാനും ഈ കുടുംബം നമുക്ക് വിട്ടു തരുവാനും എല്ലാ കാര്യങ്ങൾക്കും സഹകരിപ്പാനും ആത്മീയമായും സകല കാര്യങ്ങൾക്ക് നമ്മളോട് കൂടി ആയിരിക്കാനും നിന്ന എല്ലാ കൃപാലുവായ ദൈവ കുടുംബത്തെ അധികമായി അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദിയെ ഇവിടെ നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞപ്പിച്ചാൻ്റെ ഫാമിലി, അവരുടെ മക്കള്, കൊച്ചുമക്കള്, കടന്നു വന്നിരിക്കുന്നവർ എല്ലാവർക്കും അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പാപ്പിച്ചാൻ കുടുംബം, താഴോട്ടുള്ള മക്കള്, അവരുടെ മക്കള്, കൊച്ചുമക്കള്, വന്നിരിക്കുന്ന എല്ലാവർക്കും അവരോടുള്ള നന്ദി അറിയിക്കുന്നു. തങ്കച്ചാൻ കുടുംബം, ആനിയാൻറ്റി വന്നിട്ടുണ്ട്, അമ്മച്ചി വന്നിട്ടില്ല. അമ്മച്ചിയുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കടന്നു വരണമെന്ന് ഒത്തിരി താല്പര്യമുണ്ട്. എന്നാലും സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും അമ്മച്ചിയും തങ്കച്ചാൻ എന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അവർ കടന്നു വന്നിരിക്കുന്ന ആനിയാൻറ്റി, അവരുടെ മക്കളെ, അവരോടെല്ലാവരോടുള്ള നന്ദി ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. PM ഈശോ, അവരുടെ മക്കളെ, കൊച്ചുമക്കളെ, എല്ലാവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. കൊച്ചിപ്പാപ്പൻ തൃശ്ശൂര് കടന്നു വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഞങ്ങളെ വിളിച്ചിരുന്നു. അവരുടെ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ ആയതുകൊണ്ട്, കടന്നു വരാൻ തടസ്സമായതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമമുണ്ട്. എന്നാലും അച്ചായനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ ഞങ്ങളെ അറിയിക്കുന്നു. PT തോമസ്,
മറിയാമ്മ തോമസ് കുടുംബം, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പി ടി തോമസ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അവരും അവരുടെ മക്കളും കൊച്ചുമക്കളും കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി രേഖത്തിൽ അറിയിപ്പിക്കുന്നു. നമുക്ക് അനുഗ്രഹീതമായ പാട്ടുകൾ പാടിത്തന്നിയ സാൻഡ്ര, അതിന് താഴെ വന്ന മാവിമാരുണ്ട്, അവരുടെ പേരുകൾ എനിക്കറിയത്തില്ല. അവരോടുള്ള എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടിയ സാൻഡ്ര, സാറ, ജെസ്സി, നിഷ, അച്ചാമ്മ തോമസ്, ഇവരോടെല്ലാവരോടുമുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട കഥ പറഞ്ഞ സിസ്റ്റർ മോളി വർഗീസിനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ നമുക്ക് അറിയിക്കുന്നു. നമുക്ക് പന്തല് അറേഞ്ച് ചെയ്ത് സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്ത് തന്ന MK സൗണ്ടിനുള്ള നന്ദി അറിയിക്കുന്നു. അവൾ വളരെ ബിസിയിലും തിരക്കിലുമാണ് ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. അവരുടെ തിരക്കിലും അവരുടെ ആ കഷ്ടപ്പാടിലും എത്രയും വേഗമെന്ന് ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്ന MKC സൗണ്ട്സിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാമറ എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോബിനാണ്. സജനയുടെ മോന് ജോബിൻ ജോൺസൺ അവൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അവന് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നതിനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു നമുക്ക് സ്റ്റോറി പറഞ്ഞു തന്ന പ്രിയ റേച്ചൽ എബ്രഹാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ആരംഭകാലത്തിൽ എൻ്റെ ഒരു അധ്യാപികയാണ്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. ഞാനിവിടെ മാരേജ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ഫസ്റ്റിൽ നമ്മുടെ കറ്റോട്ട ഷായിച്ചേൻ്റെ കല്യാണമായിരുന്നു. അന്നാണ് ഞാൻ ടീച്ചറിനെ കാണുന്നത്. അന്ന് തൊട്ട് ഞാൻ വിളിക്കുമ്പം പറയും ടീച്ചർ എന്നുള്ള വിളിയൊക്കെ വിട്ടേക്ക്, ഇനി നമ്മൾ വീട്ടുകാരാണ്, കുടുംബക്കാരാണ്, അങ്ങനെ കാണാവൂ എന്നൊക്കെ പറയുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അധ്യാപികയാണ്. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഈ തരുണത്തിൽ അരിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുട്ടികാല് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് അടുത്ത വർഷവും ഇതേപോലെ തന്നെ നമ്മുടെ ഈ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം പിന്നെയും നല്ലതുപോലെ അറിയുവാനും പിന്നെയും നല്ലതുപോലെ ആയി തീരുവാനും ഇനി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് തന്നെ അടുത്ത വർഷം ഇതേപോലെ നടക്കണം. ഇപ്പോഴും തന്നെ പലരെയും ഇപ്പോഴും എനിക്കും അറിയത്തില്ല, ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും കവല വെച്ചാണെങ്കിലും എവിടെ വെച്ച് കണ്ടാലും അച്ഛൻ പറയും, അന്നേരം എനിക്കൊന്നും അറിയാം, പിന്നെ എനിക്കാരെയും അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് എങ്ങനെ അധികം ആരായിരുന്നില്ല. മോൻചാൻ്റെ മോനെ അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണെന്ന്. അന്നേരമാണ് സജിനി പറയുന്നത് മോൻചാൻ്റെ മോന്. അന്നേരമാണ് ഞാൻ മോൻചാൻ്റെ മോനെന്ന് അറിയുന്നത്. ആൻറ്റിയെ മോളെ മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. എങ്കിലും നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും എല്ലാവരും കൂടുമ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം, ഒന്നിച്ച് സഹകരിക്കാം, ഒന്നിച്ചിങ്ങനെ സംഗമിക്കണം. എന്നാലേ ബന്ധങ്ങളും അറിയത്തുള്ളൂ. മക്കളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ആരെന്തോ നമുക്കൊന്നും അറിയത്തില്ല. ഇനി നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതിനായി നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാനങ്കൽ കുടുംബത്തിനെ കുറിച്ച് എൻ്റെ അങ്കിൾ ആയതുകൊണ്ട് ഞാൻ പറയുമല്ല. ഇവിടെ പന്തലിൻ്റെ കാര്യങ്ങൾ, ഫുഡിൻ്റെ ക്രമീകരണം, ഇതെല്ലാം ഒന്നിച്ച് കൂട്ടാൻ അങ്കിൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ അപ്പച്ചന് വയ്യാത്ത അപ്പച്ചനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടി. അപ്പം അങ്കിളിൻ്റെ സ്പെഷ്യൽ സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം, നമ്മുടെ ഒരു പ്രോത്സാഹനം. ഇനിയും ഇതുപോലുള്ള യൗവനക്കാർ ഇറങ്ങിയാൽ മാത്രമേ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ സാധനങ്ങളെ ക്ഷണിക്കുന്നു. എവിടെയോ ഫുഡിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി പോയേക്കുവാന്ന് തോന്നുന്നു. മക്കളും ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധനങ്ങളെ ക്ഷണിക്കുന്നു. അത് നമുക്ക് എല്ലാവരും മേടിച്ചിട്ട് പോകാൻ ഞാൻ ആദ്യം പറയുകയുണ്ടായി. ഇപ്പോൾ അത് പാസ്റ്റർ കൊടുത്ത പ്രകാരം ചെയ്യണം. എല്ലാവർക്കും കൈയടിച്ചൊന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പത്തിക്കാൽ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലണ്ടർ. നമുക്കത് അഭിമാനിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടി നമുക്ക് ഈ യോഗം നമുക്ക് എൻഡ് ചെയ്യാം. ഇന്നയോളം എന്നെ
കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം കുടുംബയോഗം കൂടുമ്പോൾ ഇതിനേക്കാൾ വിപുലമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം നടത്തട്ടെ. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇസ് ക്വൈറ്റ് ഗുഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതുവരെ കർത്താവ് നമ്മളെ സഹായിക്കുന്നേ. ഇന്ന് പകൽക്കാരോടെ കൂടുവാൻ ഇടയായി തീർന്നു. നീ ഞങ്ങളെ ഇതുവരെയും സഹായിച്ചല്ലോ. തിരുകൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപയാൽ നീ അവരെ നിറച്ചാട്ടെ. ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവമുള്ള ഭവനമായി മാറുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഓരോ കുടുംബത്തിന്മേലും, ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും എല്ലാം നീ പകരുമാറാകണമേ കർത്താവേ. ഈ കുടുംബയോഗം ഇങ്ങനെ ക്രമീകരിപ്പാൻ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതായ പ്രിയ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവകൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് അത്ഭുത വിഷയമാക്കി കുടുംബത്തെ മാറ്റണമേ കർത്താവേ. ഞങ്ങൾ കേട്ടതായ വചനം, ഞങ്ങൾ പാടിയതായ പാട്ടുകൾ കർത്താവേ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങൾ ഒരു ഗുണം പോലും നഷ്ടപ്പെടാതെ നീ ഇതുവരെ സൂക്ഷിച്ച ദൈവം വരും ദിവസങ്ങളിൽ സൂക്ഷിപ്പാൻ ശക്തനാകിയ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ. എല്ലാ കുടുംബങ്ങളെ നീ അനുഗ്രഹിച്ചാട്, കൃപയിൽ പരിപാലിച്ചാട്, കൃപയാൽ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവ് കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേക ഈ കുടുംബ യോഗത്തോടും കടന്നു ജനത്തോടും വിശുദ്ധന്മാരോടും ഇന്നു മുതൽ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം.